ഈ പുതിയ വർഷം എങ്ങനെ ആയിരിക്കണം തീരുമാനമെടുക്കേണ്ടത് താങ്കൾ തന്നെയാണ്. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, 2025 എന്ന അനുഗ്രഹിക്കപ്പെട്ട വർഷം കഴിഞ്ഞു. 2026 നാം പ്രവേശിച്ചു കഴിഞ്ഞു. 2025 ആരംഭം കണ്ട അനേകർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നമ്മെ ഏവരെയും പരിപാലിപ്പാനിടയായി. പുതിയ വർഷം എങ്ങനെയായിരിക്കും? എന്തെങ്കിലും കാര്യങ്ങൾ ദൈവദാസന്മാരിലൂടെ 2026 വർഷം സംസാരിക്കുമോ എന്നറിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉണ്ടാകും. 2026 വർഷം എങ്ങനെ ആയിരിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മുമ്പമേ എഴുതി വച്ചിരിക്കുന്നു. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം 2026 വർഷം എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനമെടുക്കേണ്ടത് ദൈവജനം തന്നെയാണ്. തെളിവിനായി വായിക്കാം. യോശുവ പുസ്തകം 1-ാം അധ്യായം 8-ാം വചനം. തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. 9-ാം വചനം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഇരുന്നതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പ്രമാണിച്ച് നടക്കുവാൻ എങ്ങനെ കഴിയും? ദൈവവചനം രാവും പകലും ധ്യാനിക്കുവാൻ എങ്ങനെ സാധിക്കും? അതിനുള്ള മറുപടി ഇതേ വചനത്തിൽ വിളിച്ചു പറയുകയാണ്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ കാര്യങ്ങൾ നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകാതിരിപ്പാൻ, അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിപ്പാൻ രാവും പകലും അവ ധ്യാനിച്ചു കൊണ്ടേയിരിക്കണമെന്ന്. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് തിരിച്ചറിയുക, നമ്മുടെ ഹൃദയമിടിപ്പ് ഏത് സമയം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, നാം ശ്വസിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ ദൈവവചനവും രാപ്പകൽ ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും ഓരോ കാര്യത്തിനായി തിരക്ക് പിടിച്ചോടുകയാണ്. ദൈവം നൽകിയ ആയുസ്സിനെ ഓർത്ത് നന്ദി പറയുവാൻ പോലും മറക്കുന്നു. ദൈവസന്നിധിയിൽ കുറവും രോഗവും സാമ്പത്തിക തടസ്സത്തെക്കുറിച്ചും പരാതി മാത്രം പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ഹൃദയത്തിലുണ്ടെങ്കിലും മുന്നിൽ കാണുന്നവരുടെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നെങ്കിലും ഹൃദയത്തിൽ സന്തോഷമില്ല. ഈ 2026 ഈ പ്രഭാതത്തിലും കഷ്ടതയും ഭയത്തെക്കുറിച്ചും ഇല്ലായ്മയെക്കുറിച്ചും പിറുപിറുക്കുകയാണോ? എന്നാൽ ഹൃദയത്തിൽ സന്തോഷം താങ്കൾക്ക് ലഭിക്കുന്നില്ല. കാരണം ഹൃദയത്തിൽ വചനമില്ല. വചനം രാപ്പകൽ ധ്യാനിക്കുന്നവന് ഭാഗ്യവാനെന്ന് 1-ാം സങ്കീർത്തന പുസ്തകത്തിൽ വിളിച്ചു പറയുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസയുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലം ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാനും രാപ്പകൽ ധ്യാനിക്കുവാനും കഴിയുന്ന ഒരു മനുഷ്യന് നല്ല ഹൃദയമുണ്ടാകും. നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല വാക്കുകൾ പുറപ്പെട്ടു വരുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 12-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ കർത്താവ് യേശുക്രിസ്തു വിളിച്ചു പറയുന്നു, നല്ലതും കൊള്ളാത്തതും ഹൃദയത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. എന്ത് വിതയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് നാം തന്നെയാണ്. നല്ലത് വിതച്ചാൽ നല്ല ഫലം ലഭിക്കും എന്നതുപോലെ നല്ല വാക്ക് പറഞ്ഞാൽ ജീവിതത്തിനകത്ത് നന്മ മാത്രമുണ്ടാകും, കുടുംബത്തിന് സമാധാനമുണ്ടാകും, കുടുംബത്തിൽ വിജയമുണ്ടാകും. നന്മ വിതച്ച് നന്മ കൊയ്യുവാൻ സാധിക്കണം. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടെ ചെയ്യണം. ഒരു ഷട്ടർ തുറന്ന് വെള്ളം പുറപ്പെടുന്നത് പോലെ അനേകം ആത്മിക ഭൗതികാനുഗ്രഹങ്ങൾ ദൈവം നൽകി മാനിപ്പാനിടയാകും. ഉന്നതമായ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ദൈവം പ്രവർത്തിക്കും. ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുവാൻ ഓരോ നിമിഷവും ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു: ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. ഇങ്ങനെ ചിന്തിക്കുന്ന നല്ല ചിന്തകൾ ഉറക്കെ വിളിച്ചു പറയുക. എന്തുകൊണ്ട് പറയണം? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ സർവശക്തനായ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. ദൈവം ഉണ്ടാകട്ടെ എന്ന് വാക്കുകൊണ്ട് പറഞ്ഞപ്പോൾ അവ സൃഷ്ടി സംഭവിച്ചുവെങ്കിൽ നാമും വിശ്വാസത്താൽ പറയുന്നത് സംഭവിക്കും. കാരണം വാക്കിന് ശക്തിയുണ്ട്. ജീവൻ്റെയും മരണത്തിൻ്റെ അധികാരം നാവിലത്രേ ഇരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ യഹോവ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അങ്ങനെയാണെങ്കിൽ
ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ പിറുപിറുക്കുവാൻ പാടില്ല. വിശ്വാസത്താൽ ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നുവെന്ന് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇരുളിനെ നോക്കി, കഷ്ടതയെ നോക്കി, ഇനി എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും, ഈ 2026-ലും ഇതേ അവസ്ഥയായിരിക്കുമെന്ന് പറയരുത്. ഒരു കഷ്ടത മാറിയാൽ അടുത്ത കഷ്ടത സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയരുത്. ഇരുളിനെ കണ്ട് പറയണം, ഇരുളിൻ്റെ ശക്തിയെ ജയിച്ചാൽ ലോകത്തിന് വെളിച്ചമായ കർത്താവ് യേശുക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. അതിനാൽ എൻ്റെ സകല കഷ്ടതയും മാറും. ഭക്തനായ യോസേഫ് വിളിച്ചു പറഞ്ഞു, എൻ്റെ സകല കഷ്ടതയും പിതൃഭവനവും എൻ്റെ ദൈവം മറക്കുമാറാക്കി, സങ്കടദേശത്ത് എന്നെ ദൈവം വർദ്ധിപ്പിച്ചുവെന്ന്. 2025 വർഷം താങ്കൾ ഒരുക്കിയ കണ്ണുനീരിനും താങ്കൾ അനുഭവിച്ച കഷ്ടത്തിന് 2026 വർഷം ഒരു പ്രതിഫലം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ദൈവ സകലത് വാക്കുകൊണ്ട് സൃഷ്ടിച്ചതുപോലെ ഈ 2026 നല്ലത് പറഞ്ഞ് വിശ്വസിക്കുക, നല്ലത് പറഞ്ഞത് കണ്ട് സന്തോഷിക്കുക. വചനചിന്തയിൽ വചനം ഉപദേശം മാത്രമല്ല, താങ്കളെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും വാഗ്ദത്ത നിവൃത്തീകരണത്തിനായിട്ടുള്ള സത്യവചനവും വിശുദ്ധ വേദപുസ്തകത്തിനകത്തുണ്ട് എന്നത് തിരിച്ചറിയുക. പ്രശ്നങ്ങളെ നോക്കി ഒഴിവായാൽ പരാജയപ്പെടും. ദൈവത്തിൻ്റെ വചന ഹൃദയത്തിൽ സ്വീകരിച്ച് സമാധാനവും ആരോഗ്യവും രോഗസൗഖ്യവും ജീവിതത്തിനകത്ത് വെളിപ്പെടും. വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം പ്രവർത്തിക്കും. പ്രവചന പുസ്തകം 55-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പ്രകാരം വിളിച്ചു പറയുന്നു, എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഈ 2026-ൽ വാഗ്ദത്ത വചനങ്ങൾ വിളിച്ചു പറയുക. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നുവെന്ന് പൗലോസ് പറഞ്ഞതുപോലെ പൗലോസ് ശക്തിപ്പെട്ടുവെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നുവെന്ന് വിളിച്ചു പറയണം. മുന്നിൽ വലിയ മുതലും മുന്നിൽ വൻ സൈന്യത്തെയും കണ്ടപ്പോൾ ഭക്തനായ ദാവീദ് വിളിച്ചു പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ചൊല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. മതിലിനെ കണ്ട്, പ്രശ്നത്തെ കണ്ട്, മുന്നിൽ കാണപ്പെടുന്ന ശത്രു സൈന്യത്തെ കണ്ട് പിറുപിറുകയല്ല. എൻ്റെ ജീവിതത്തിനകത്ത് എന്തുകൊണ്ട് ദൈവമേ ഇങ്ങനൊരു അവസ്ഥ വന്നു എന്ന് പറയുകയല്ല. നിന്നാൽ ഞാൻ ഈ പടക്കൂട്ടത്തിൻ്റെ പാഞ്ചൊല്ലും, എൻ്റെ ദൈവത്താൽ ചാടിക്കിടക്കുമെന്ന് പറഞ്ഞ് യുദ്ധങ്ങളെ ജയിച്ച ഭക്തനായ ദാവീദ് നമുക്ക് മുൻപിലുണ്ടെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നാം ആരാധിക്കുന്ന ദൈവം തീയുടെ ബലത്തെക്കെടുത്ത ദൈവമാണ്. നാം ആരാധിക്കുന്ന ദൈവം സിംഹത്തിൻ്റെ വായടയ്ക്കുന്ന ദൈവമാണ്. നാം ആരാധിക്കുന്ന ദൈവം സകല ചരാചരങ്ങളെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവമാണ്. ഇത് തിരിച്ചറിഞ്ഞ ഭക്തൻ വിളിച്ചു പറയുകയാണ്, യഹോവ എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ 2026 വർഷം തിരിച്ചറിയുക, ദൈവം താങ്കളുടെ കൂടെയുണ്ട്. കഷ്ടതയിൽ താങ്കൾ ഒറ്റയ്ക്കല്ല, കണ്ണുനീരിൽ താങ്കൾ ഒറ്റയ്ക്കല്ല. ഭക്തനായ യോശുവയുടെ ദൈവം പറഞ്ഞതുപോലെ നിൻ്റെ ജീവിതകാലത്ത് ഒരു മനുഷ്യനും നിലനിന്ന് നിൽക്കുകയില്ല. ഉറപ്പും ധൈര്യവും പ്രാപിച്ച് ഈ 2026 വർഷം കൂടെ ജീവിക്കുവാൻ, വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കുവാൻ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ, നെഗറ്റീവ് ചിന്താഗതികളും നെഗറ്റീവ് വാക്കുകളും നിർത്തി, പിറുപിറുപ്പ് നിർത്തി, വാഗ്ദത്ത കനാനിലേക്ക്, നിത്യതയിലേക്ക് ചുവടുകൾ വയ്പ്പാൻ വചനം ശ്രവിക്കുന്ന ഏവരും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. എന്നാവിനെ ശുദ്ധമാക്കേണമേ, എൻ ചിന്തകൾ